ഹായ്, റഷ്യയിൽ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ജോബുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എവിടെയൊക്കെ ജോബ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എവിടെയൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ രാജ്യങ്ങൾ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഞാൻ എന്താണ് നേരത്തെ ജോബ് ചെയ്തിരുന്നത് എന്നൊക്കെ, അതുപോലെ തന്നെ എൻ്റെ കറൻ്റ്ലി ജോബ് എന്താണ്, ഇപ്പോൾ റഷ്യയിൽ എന്താണ് ജോബ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബ്രോയുടെ കറൻ്റ്ലി ജോബ് എന്തായിരുന്നു, നേരത്തെ എന്തായിരുന്നു ബ്രോ ജോബ് ചെയ്തത്. അപ്പം അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹായ് ഗേസ് ആൻഡ് വില്ലേജേഴ്സ്. അതായത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല രാജ്യങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ട്രാവലിംഗ് വളരെ ഒരു ക്രൈസാണ്. ട്രാവലിംഗ് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ വലിയ സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും ഒരുപാട് രാജ്യങ്ങൾ ഓൾറെഡി ഞാൻ ഈ ചെറു പ്രായത്തിനിടയിൽ തന്നെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ ജോബ് ചെയ്തത് എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ജോബ് ചെയ്തിട്ടുണ്ട്, ഒരുപാട്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ 2015 ഞാൻ ആദ്യമായിട്ട് ദുബായ് വിസിറ്റ് ചെയ്യുന്നത്. 2015 ദുബായ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഫസ്റ്റ് ജോബിന് വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. അപ്പം എനിക്ക് അവിടെ ആരും ജോബ് തരാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. ഞാൻ എൻ്റെ CV എല്ലാം അവർക്ക് സബ്മിറ്റ് ചെയ്തു. അവർ വിളിക്കാമെന്ന് പറഞ്ഞു, ആരും വിളിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവസാനം എനിക്ക് ഫോർച്യുനേറ്റ്ലി ഒരാളെ പരിചയപ്പെടാൻ സാധിച്ചു. പുള്ളി ദുബായിലുള്ള ഒരാളായിരുന്നു. പുള്ളി ഒരു മാനേജറായിരുന്നു. അപ്പം പുള്ളിയുടെ കെയർ ഓഫിൽ, പുള്ളിയുടെ റെക്കമെൻഡേഷനിൽ എനിക്ക് അവിടെ ഒരു ജോബ് കിട്ടി. ആ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCom ആണ്, ബാച്ചിലർ ഓഫ് കൊമേഴ്സ്. അതായത് BCom പഠിച്ചു. അപ്പോൾ അതിന് മുമ്പ് +2 പഠിച്ചത് ഹയർ സെക്കൻഡറിയിൽ ട്രാവൽ ആൻഡ് ടൂറിസം ആയിരുന്നു. അപ്പം രണ്ടും എൻ്റെ ഡിഫറെൻറ്റ് കോഴ്സാണെന്ന് അറിയാം, സബ്ജക്റ്റ് വളരെ ഡിഫറെൻ്റ് ആണെന്നറിയാം. എന്നിട്ട് ഞാൻ BCom പഠിച്ചു. അതിനോടൊപ്പം ഞാൻ അക്കൗണ്ടിങ്ങും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് അക്കൗണ്ടൻ്റായിട്ട്. പക്ഷേ ഞാൻ നാട്ടിലൊന്നും ജോബ് ചെയ്തിരുന്നില്ല. ഞാൻ പുള്ളി കണ്ട സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് ജോബ് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയുള്ള ജോബാണ് നോക്കുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയുള്ള എന്ത് ജോബും ചെയ്യാൻ തയ്യാറാണ്. ആ സമയത്ത് എന്തൊരു ജോബ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമായിരുന്നു. എന്ത് ജോബ്, കാരണം പഠിച്ച ജോബ് തന്നെ കിട്ടണമെന്നില്ലല്ലോ. നമുക്ക് എപ്പോഴും പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ജോബ് കിട്ടി കഴിഞ്ഞാലും ആ സമയത്ത് സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. ദുബായിൽ പോകുന്ന സമയത്ത് കയ്യിൽ ക്യാഷൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ജോബ് ചെയ്യാനും തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം പുള്ളി പറഞ്ഞു, പുള്ളിയുടെ ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ട്, നിങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഓണറായിട്ട് സംസാരിച്ച് ഞാനൊരു ജോബ് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ആ ഒരു വാക്ക് വിശ്വസിച്ച് ഞാൻ അവിടത്തേക്ക് ചെന്നു. അവിടെ ചെന്ന സമയത്ത് അവിടെ നിന്ന് എനിക്ക് ഒരു ജോബ്, പുള്ളിയുടെ റെക്കമെൻഡേഷനിൽ ഒരു ജോബ് തന്നു. അത് ഹൗസ് കീപ്പിങ്ങിലായിരുന്നു ജോബ്. അപ്പോൾ ഹൗസ് കീപ്പിങ്ങിൽ ജോബ് ചെയ്ത് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്ത് ജോബ് ചെയ്യാനും ഞാൻ റെഡിയായിരുന്നു. കാരണം ആ സമയത്ത് എന്തെങ്കിലും കുറച്ച് ക്യാഷ് സമ്പാദിക്കുക എന്നുള്ള ഒരു 1 ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഹൗസ് കീപ്പിങ്ങിൽ നമ്മൾ ക്ലീനിങ് ചെയ്യായിരുന്നു. കാരണം അവിടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യേണ്ട ജോബായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ച ജോബ് എനിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ അവിടുത്തെ ഒരു മാനേജർ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരുന്നു. ഏകദേശം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്ന ഒരാളായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു. അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് നിങ്ങളൊന്ന് തരാണെങ്കിൽ ഞാനത് ശ്രമിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ പുള്ളി എനിക്ക് അക്കൗണ്ടിങ് കാര്യങ്ങൾ ഒരു 1 വീക്ക് ട്രെയിനിങ് തന്നു. പിന്നെ എനിക്ക് അവിടെ അക്കൗണ്ടിങ്ങിൽ എനിക്ക് അവിടെ നിന്ന് എൻ്റെ ജോബ് അവിടെ നിന്ന് ചേഞ്ചായി. അങ്ങനെ ഞാൻ അക്കൗണ്ടിൽ ആ സമയം പോലും ഞാൻ ദുബായിൽ വിസിറ്റിങ്ങിലായിരുന്നു. അതായത് ഞാൻ വർക്ക് വിസയിലൊന്നും അല്ലായിരുന്നു, ഞാൻ ദുബായിൽ വിസിറ്റിംഗ് വിസയിലായിരുന്നു പോയത്. അപ്പോൾ അങ്ങനെ അവസാനം പുള്ളിയുടെ പ്രകാരം ഞാൻ അവിടെ ഒരാഴ്ച പുള്ളിയുടെ അണ്ടറിൽ ട്രെയിനിങ് ആയിരുന്നു. അങ്ങനെ ട്രെയിനിങ്ങിൽ എനിക്ക് അക്കൗണ്ടൻ്റായിട്ട് ജോബ് കിട്ടി. അവിടെ അക്കൗണ്ടിങ്ങിൻ്റെ ജോബ് കിട്ടിയപ്പം എനിക്ക് അവിടെ 2000 ദിർഹമായിരുന്നു മന്ത്ലി പെയ്ഡ് സാലറി. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഹൗസ് കീപ്പിങ്ങിൽ കിട്ടിയത് 1200 ദിർഹം മാത്രമായിരുന്നു. പിന്നെ അവിടെ 2000 ദിർഹത്തോളം. അപ്പം നാട്ടിലൊരു ഏകദേശം നല്ലൊരു എമൗണ്ട് ആയി. പക്ഷേ ഫുഡും അക്കോമഡേഷനും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കമ്പനി കൂടുതൽ കാലം നീണ്ടുപോയില്ല. അവിടെ എന്തോ ലൈസൻസിൻ്റെ ഒരു ഇഷ്യൂസ് കാരണം അവിടെ ദുബായ് പോലീസ് വന്ന് ആ കമ്പനി ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ഞാനൊരു 2-3 മാസത്തിനടുത്ത് ഞാൻ അവിടെ ജോബ് ചെയ്തു. കാരണം അന്നൊക്കെ വിസിറ്റിംഗ് വിസയിൽ നമുക്ക് 90 ഡേയ്സ് ഒക്കെ ആയിരുന്നു ദുബായിൽ കിട്ടിയിരുന്നത്. അപ്പം ഞാൻ അവിടെ അത്രയും കാലം ജോബ് ചെയ്തു.
പക്ഷേ ഞാൻ അവിടെ 2 പ്രാവശ്യം ദുബായ് വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് അവർ തന്നെ എനിക്ക് വിസ അയച്ചു തന്നു. വീണ്ടും അത് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടുത്തെ ഒരു ലൈസൻസ് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ കമ്പനി പൂട്ടിയത് കാരണം അവിടെ ജോബ് നഷ്ടപ്പെട്ടു. പിന്നെ കുറേ സ്ഥലത്ത് ജോബ് അന്വേഷിച്ച് ജോബൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന സമയത്ത് നാട്ടിൽ ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ ഞാൻ അവിടെ നാട്ടിൽ റിസപ്ഷനിസ്റ്റായിട്ട് ജോബ് ചെയ്തു കുറേ കാലം റിസപ്ഷൻ. പിന്നെ അതുകൂടാതെ അവിടെ നിന്ന് തന്നെ ടൂറിസ്റ്റ് ഗൈഡിനെ പോലെ ഞാനൊരു ഗൈഡിനെ പോലെ ആയിട്ടുള്ള ഒരു ജോബ് കൂടി അവിടെ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. 15 പേർക്ക് ബ്രോ ഏജൻസി വഴിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഞാനൊരു ഏജൻസി വഴിയല്ല റഷ്യയിൽ വന്നത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ റഷ്യയിൽ വരാണ്. അപ്പോൾ റഷ്യയിൽ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടി. അന്നത്തെ പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവിടെ 99.9% ആളുകൾ സംസാരിക്കുന്നത് അവരെ ഓൺ ലാംഗ്വേജ് ആയിട്ടുള്ള റഷ്യ തന്നെയായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിന്ന് സർവൈവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും ഞാൻ എന്തായാലും ഇവിടെ പിടിച്ച് നിൽക്കണം, വേറെ വഴിയില്ല എന്നുള്ള രീതിയിൽ അവിടെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. പിടിച്ചിരിക്കാനുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു ആദ്യം ജോബ് ചെയ്തത്. അപ്പോൾ അവിടെ ലോഡിങ് അൺലോഡിങ്ങിൻ്റെ വർക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ജോബൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ നിന്നും അത്യാവശ്യം വരുമാനമൊക്കെ ആയി. പിന്നെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേറെ നല്ലൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ലാംഗ്വേജ് അത്യാവശ്യം പഠിച്ചെടുത്തിരുന്നു. അങ്ങനെ വേറൊരു ജോബ് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. റീസെൻ്റ്ലി എനിക്ക് അവിടെ നല്ലൊരു ജോബ് ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ജോബ് കിട്ടി. അങ്ങനെ ആ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ജോബ് കിട്ടിയപ്പോൾ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് വർക്കായിരുന്നു. അപ്പോൾ അവിടെ ജോബൊക്കെ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് അവിടെ നിന്ന് ഈ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൗണ്ടൻ ഫാബ്രിക്കേഷൻ വർക്കായിരുന്നു. അതായത് നമുക്ക് മലയൊക്കെ തുറന്ന് അവിടെ നിന്ന് മിനറൽസും അതായത് മെറ്റീരിയൽസ് ഇതൊക്കെ എടുത്തിട്ട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം ആ ജോബ് എനിക്ക് മുമ്പോട്ട് കൂടുതൽ കാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ജോബ് ഞാൻ ഉപേക്ഷിച്ച് മറ്റൊരു ജോബിലേക്ക് പോയി. അത് ഞാൻ ഒരു വലിയൊരു റിസോർട്ടിൽ, ഏറ്റവും വലിയ റഷ്യയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ടിൽ ടൂറിസ്റ്റ് ഗൈഡായിട്ട് അവിടെ ഗൈഡിനെ പോലെയുള്ള ഒരു ജോബ് കിട്ടി. അവിടെ റഷ്യൻ പാസ്പോർട്ട് കമ്പൽസറി ആയിരുന്നു. അത് ആ സമയം കൊണ്ട് എനിക്ക് റഷ്യൻ പാസ്പോർട്ട് എടുക്കാൻ പറ്റി. അതുകൊണ്ട് ആ ഒരു കമ്പനിയിൽ എനിക്ക് ജോബ് കിട്ടി. പക്ഷേ അവിടെ അത്യാവശ്യം സാലറിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ഫുഡ് അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ജോബായിരുന്നു. പക്ഷേ ആ ജോബിലായിരുന്നു ഇപ്പോഴും ഞാൻ ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ പോലെ ആ ജോബിലാണ് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോഴും പോകുന്നത്. കാരണം ആ ജോബ് നമുക്ക് വേറെ ആർക്കും അങ്ങനെ കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റഷ്യൻ പാസ്പോർട്ടുള്ള ആളുകൾക്ക് മാത്രമേ ജോബ് കിട്ടൂ. പിന്നെ റഷ്യൻ ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. ഇതൊക്കെ അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ ജോബ് കിട്ടുന്നത്. കാരണം ഞാൻ റഷ്യയിൽ ഓൾറെഡി വന്നിട്ട് നേരത്തെ പല കമ്പനിയിൽ വർക്ക് ചെയ്തത് കാരണം തന്നെ എനിക്ക് റഷ്യയിലെ ലാംഗ്വേജ് അത്യാവശ്യം ആ സമയം കൊണ്ട് തന്നെ ഞാൻ പഠിച്ചെടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ താൽക്കാലികം അറ്റ് പ്രസൻറ്റ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആ സെയിം കമ്പനി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രോയുടെ ജോബ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.